കണ്ണൂർ വാണിയപ്പാറ ഉണ്ണി മിശിഹ പള്ളിയിൽ ഒരു കല്ലറയിൽ 2 മൃതദേഹങ്ങൾ കണ്ട സംഭവത്തിൽ കല്ലറ തുറന്നു പരിശോധിക്കാൻ തീരുമാനം. നാളെയോ അടുത്ത ദിവസമോ ആയി പരിശോധന നടക്കും. വിലങ്ങാട്ടെ സിജോസ് കറിയയുടെ തിരോധാനവുമായി മൃതദേഹത്തിന് ബന്ധമുണ്ടോ എന്ന പരാതിയിലുള്ള അന്വേഷണവും തുടങ്ങി. ഒരു കല്ലറയിൽ 2 മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത നീങ്ങാൻ വേണ്ടി പോകുന്നു. നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതിൽ ആദ്യത്തെ തീരുമാനം എന്ന് പറയുന്നത് കല്ലറ തുറന്ന് പരിശോധിക്കാൻ ഔദ്യോഗികമായ തീരുമാനമായി നാളെയോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസമോ കല്ലറ തുറന്ന് പരിശോധിക്കും. അതിനുള്ള ഒരുക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. രണ്ടാമത്തേത് അതുവരെ കല്ലറയ്ക്ക് പോലീസിന്റെ കാവൽ ഏർപ്പെടുത്തുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിലങ്ങാട് കാണാതായ സിജോസ് കറിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് റൂറൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ വന്ന് തെളിവെടുപ്പുകൾ നടത്തുന്നു. ആ അന്വേഷണം അതുപോലെ തന്നെ നടക്കുകയും ചെയ്യുന്നു. ഏതായാലും ആദ്യഘട്ടം മുതൽ തന്നെ പള്ളി വികാരി ഇതിനകത്ത് ആവശ്യപ്പെട്ടത് ദുരൂഹതയുണ്ട് എന്നും അതുകൊണ്ട് തുറന്ന് പരിശോധന വേണം എന്നുമായിരുന്നു. അതിലൊരു തീരുമാനമായിരിക്കുന്നു. മൂന്നാമതൊരാളുടെ ശരീരം ഉണ്ട് എന്നുള്ള സംശയം വന്നു. ആ സംശയം തീർച്ചയായിട്ടും കല്ലറ തുറന്ന് അത് DNA ടെസ്റ്റ്, സയന്റിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തി ആ സംശയം ദൂരീകരിക്കുമെന്ന് പോലീസ് കൃത്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വി ആർ വെരി ഹാപ്പി വിത്ത് ദാറ്റ്. രണ്ടാമത്തെ കാര്യം, ഇതിനെല്ലാം തന്നെ ആദ്യം മുതൽ എതിർ നിന്നിരുന്നത് അല്ലെങ്കിൽ തടസ്സം നിന്നിരുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നായിരുന്നു. പോലീസ് അത് തുറന്നു പരിശോധിക്കാൻ സന്നദ്ധത കാണിച്ചിരുന്നില്ല. അതിൽ ദുരൂഹതയില്ല. നേരത്തെ ഇവിടെ സംസ്കരിച്ച 2 പേരുടെയും മൊഴികൾ എടുത്തിട്ടുണ്ട്, അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ 2 പേരുടെയും മൃതദേഹം തന്നെയാണ് ഇത് എന്ന നിലപാടിലായിരുന്നു ആദ്യ അവസാനം പോലീസ്. പക്ഷേ പോലീസിന് ഇപ്പോൾ ആ തീരുമാനം തിരുത്തേണ്ടി വന്നിരിക്കുന്നു. പോലീസിന് ഈ തുറന്നു പരിശോധിക്കാനുള്ള സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ശാസ്ത്രീയ പരിശോധന നടത്താൻ പോലീസ് നിർബന്ധിതമായിരിക്കുന്നു. പ്രിലിമിനറി എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കല്ലറയുടെ നമ്പർ മാറിയതും അതിൻ്റെ രജിസ്റ്റർ പരിശോധിച്ചപ്പോഴും ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത്. 23-ാം കല്ലറയിൽ രജിസ്റ്റർ പരിശോധിച്ചപ്പോഴാണ് അതിൻ്റെ അകത്ത് 2 പേരുടെ പേരുകൾ ഉണ്ടായിരുന്നു. മറിയാമ്മ എന്ന ആളുടെയും ജെയിംസ് എന്ന ആളുടെയും ഉണ്ടായിരുന്നു. മൂന്നാമതൊരു ബോഡി ഉണ്ടെന്നാണ് അച്ഛൻ്റെ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അതിൽ നിന്ന് ആണ് FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണം നടക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് അധിക ദിവസം വൈകാതെ തന്നെ ഈ 2 മൃതദേഹങ്ങൾ സംബന്ധിച്ച ദുരൂഹത നീങ്ങാൻ വേണ്ടി പോകുന്നു എന്ന് നമുക്ക് ഏതായാലും ശാസ്ത്രീയ പരിശോധനയുടെ മനസ്സിലാകും. അതോടൊപ്പം തന്നെ ഈ മൃതദേഹത്തിന് സിജോസ് കറിയുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ എന്ന കാര്യവും ഈ പരിശോധനയുടെ വ്യക്തമാകാൻ വേണ്ടി പോകുന്നു.